പുനർജനി പദ്ധതിയിൽ മണപ്പാട്ട് ഫൗണ്ടേഷനും സിഇഒക്കെതിരെയും CBI അന്വേഷണത്തിന് ശുപാർശ. ചെയർമാൻ അമീർ അഹമ്മദിനെതിരെ FCRA നിയമപ്രകാരം CBI അന്വേഷണം വേണമെന്നാണ് വിജിലൻസ് ശുപാർശ. അനന്തകൃഷ്ണൻ ചേരുന്ന വിവരങ്ങളുമായി. അനന്തൻ, എന്താണ് വിശദാംശങ്ങൾ? മോത്തി, ഈ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി UK-യിൽ നിന്ന് പുനർജനിക്കായി ഫണ്ട് വന്നത് മണപ്പാട്ട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്കായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് VD സതീശനെതിരെ വിജിലൻസ് CBI അന്വേഷണത്തിന് ശുപാർശ നൽകിയ വാർത്ത ഇന്നലെ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് അതേ റിപ്പോർട്ടിൽ VD സതീശന് പുറമെ മണപ്പാട്ട് ഫൗണ്ടേഷനെതിരെയും CBI അന്വേഷണം വേണം എന്നുള്ളൊരു ശുപാർശ കൂടി വിജിലൻസ് നൽകിയിട്ടുണ്ടെന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്. VD സതീശന് വേണ്ടി UK-യിൽ ഈ മണപ്പാട്ട് ഫൗണ്ടേഷൻ ചെയർമാൻ അമീർ അഹമ്മദ് പണപ്പിരിവ് നടത്തിയെന്നായിരുന്നു ആരോപണം. അത് സംബന്ധിച്ചാണ് വിജിലൻസ് അന്വേഷണം നടത്തിയത്. അതിൽ മണപ്പാട്ട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് വന്ന വിദേശ പണം സംബന്ധിച്ച് ഒരുപാട് പൊരുത്തക്കേടുകൾ ഉണ്ടെന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. 1,22,23,152 രൂപയാണ് മണപ്പാട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത്. വിവിധ രാജ്യങ്ങളിൽ നിന്നും പുനർജനി പദ്ധതിയുടെ പേരിൽ VD സതീശന് വേണ്ടി സ്വരൂപിച്ച പണമാണിതെന്നാണ് വിജിലൻസിന് ലഭിച്ച പരാതി. അത് സംബന്ധിച്ച് നടത്തിയ അന്വേഷണത്തിൽ മണപ്പാട് ഫൗണ്ടേഷന്റെ പക്കൽ വിദേശ പണം വന്നതിന്റെ രേഖകളോ റെക്കോർഡുകളോ സൂക്ഷിച്ചിട്ടില്ലെന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. കാരണം ഇത്രയും വലിയ തുക അക്കൗണ്ടിലേക്ക് വിദേശത്ത് നിന്ന് വന്നിട്ടും അതുമായി ബന്ധപ്പെട്ട ഒരു രേഖയും മണപ്പാട് ഫൗണ്ടേഷന്റെ പക്കൽ നിന്ന് വിജിലൻസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. അത് FCRA നിയമത്തിന്റെ റൂൾ 19ന്റെ ലംഘനമാണെന്നാണ് വിജിലൻസ് വിലയിരുത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മണപ്പാട് ഫൗണ്ടേഷനെതിരെ അതിന്റെ ചെയർമാൻ അമീർ അഹമ്മദിനെതിരെയും CBI അന്വേഷണം നടത്തണം എന്നുള്ള ശുപാർശ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഈ മണപ്പാട് ഫൗണ്ടേഷന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ അക്കൗണ്ടിലേക്ക് വന്ന പണവും അതിനായി നൽകിയ രേഖകളും തമ്മിൽ, അതായത് വിജിലൻസിന് കൈമാറിയ രേഖകളും തമ്മിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ടെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ വിജിലൻസ് കരുതുന്നത് ഈ മണപ്പാട് ഫൗണ്ടേഷന്റെ പേരിൽ വന്നിരിക്കുന്ന അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്ന വിദേശ പണം കൃത്യമായി ഈ പുനർജനി ഫണ്ടിന് വേണ്ടി ആണെന്ന് പറഞ്ഞാണ് പിരിച്ചതെങ്കിലും അത് അതിനുവേണ്ടി മാത്രമല്ല ഉപയോഗിച്ചതെന്നുള്ളൊരു വിലയിരുത്തലാണ് വിജിലൻസ് നടത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല, ആ ഫണ്ട് വിദേശത്തു നിന്ന് ഫണ്ട് വന്നതുമായി ബന്ധപ്പെട്ട് സൂക്ഷിക്കേണ്ട ഒരു രേഖയും മണപ്പാട് ഫൗണ്ടേഷൻ സൂക്ഷിച്ചിട്ടില്ല എന്നുള്ള ഒരു ആരോപണം കൂടിയാണ് ഈ റിപ്പോർട്ടിൽ വിജിലൻസ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ FCRA ചട്ടലംഘനം നടത്തി എന്നതുകൊണ്ടാണ് CBI അന്വേഷണത്തിന് ശുപാർശ നൽകിയിരിക്കുന്നതെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഏതായാലും VD സതീശനൊപ്പം VD സതീശന്റെ പുനർജനി ഫൗണ്ടേഷന് വേണ്ടി ഫണ്ട് ട്രാൻസാക്ട് ചെയ്ത മണപ്പാട് ഫൗണ്ടേഷൻ കൂടി CBI അന്വേഷണ കുരുക്കിലേക്ക് വരികയാണ്. പക്ഷേ 11 മാസം മുമ്പാണ് ഈ CBI അന്വേഷണ ശുപാർശകൾ നൽകിയിരുന്നത്. സർക്കാർ ഇതുവരെ അതിലൊരു തീരുമാനമെടുത്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നിലപാട് തന്നെ എടുക്കുന്നുണ്ട്. CBI അന്വേഷണം വരട്ടെ, അങ്ങനെ ആരെയും പേടിപ്പിക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഈ ചട്ട ലംഘനം നടന്നിട്ടില്ല എന്നത് തെളിയിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ളത് ഇതിനെ VD സതീശനും കോൺഗ്രസും രാഷ്ട്രീയമായി തന്നെയാണ് നേരിടുന്നത്. VD സതീശന്റെ പ്രതിരോധം എന്ന് പറയുന്നത് നേരത്തെ വിജിലൻസ് 2 തവണ ഇതിൽ അന്വേഷണം നടത്തി തനിക്കെതിരെ തെളിവില്ല എന്ന് കണ്ടെത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കം ആയിട്ടാണ് VD സതീശൻ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. തനിക്കെതിരെ തെളിവില്ലാത്തത് കൊണ്ട് വിജിലൻസിന് കേസെടുക്കാനും കഴിയില്ല. അതുകൊണ്ട് അതൊരു CBI അന്വേഷണ ശുപാർശ നൽകി ഒഴിവാക്കാനാണ് വിജിലൻസ് ശ്രമിക്കുന്നത്, സർക്കാർ ശ്രമിക്കുന്നത് എന്നുള്ള ആരോപണമാണ് VD സതീശൻ ഉന്നയിക്കുന്നത്. പക്ഷേ വിജിലൻസ് നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഇതിൽ VD സതീശൻ വിദേശത്തേക്ക് UK-യിലേക്ക് പോയത് പ്രളയ ഫണ്ട് പിരിവിന് വേണ്ടിയിട്ടാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി തേടിയിരിക്കുന്നത് സ്വകാര്യ സന്ദർശനം എന്ന് പറഞ്ഞാണ്. പക്ഷേ ആ യാത്രയ്ക്ക് വിമാന ടിക്കറ്റ് എടുത്തു കൊടുത്തിരിക്കുന്നത് മണപ്പാട് ഫൗണ്ടേഷനാണ്. അവിടെ ചെന്ന് പരിപാടിയിൽ പങ്കെടുത്തത് മണപ്പാട് ഫൗണ്ടേഷന്റെ പരിപാടിയാണ്. അവിടെ വെച്ച് പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി ഫണ്ട് വേണം എന്ന് VD സതീശൻ ആഹ്വാനം ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങളും വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ പോയ ഉദ്ദേശം ലംഘിച്ചുകൊണ്ടാണ് VD സതീശൻ അവിടെ പ്രവർത്തനം നടത്തിയത്. മാത്രമല്ല, അവിടെ നിന്ന് അതിന്റെ പേരിൽ ഫണ്ട് സ്വരൂപിക്കുകയും അത് കൃത്യമായ രേഖകളില്ലാതെ കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ FCRA ചട്ടത്തിന്റെ ലംഘനമുണ്ട് എന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ആ FCRA ചട്ടലംഘനം വന്നു കഴിഞ്ഞാൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാണ് FCRAയുടെ നിയമം പറയുന്നത്. അതനുസരിച്ചാണ് CBI അന്വേഷണത്തിന് ശുപാർശ നൽകിയെന്നതാണ് വിജിലൻസിന്റെ വിശദീകരണം. മോത്തി, ശരി. അനന്തകൃഷ്ണനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. പുനർജനിയുമായി ബന്ധപ്പെട്ട പണം നൽകിയ സ്ഥാപനം കൂടി ഇപ്പോൾ ഈ അന്വേഷണം നേരിടേണ്ടി വരുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.